വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിങ്ഡ് ഐലൈനർ എഴുതുന്നതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എല്ലാം ആമസോണിൽ നിന്നാണ്. പിന്നെ എന്നിട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പും ആമസോണിൽ നിന്നാണ് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. വിങ്ഡ് ഐലൈനർ എഴുതുമ്പോൾ ഇങ്ങോട്ടും കുറച്ച് എഴുതാറുണ്ട്, കുറച്ചൊരു പോയിൻറ്റി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ ഒരു ഭാഗത്ത് ഞാൻ ഭയങ്കര തിന്നായിട്ട് എഴുതത്തുള്ളൂ, ഭയങ്കര വിടുത്ത് കുറഞ്ഞിട്ട്. പിന്നെ ഈ കോർണറിലാകുമ്പോൾ കുറച്ച് വിടുത്ത് കൂട്ടും, പിന്നെ ഇങ്ങോട്ടാകുമ്പോൾ വിടുത്ത് പിന്നെയും കുറയും. അങ്ങനെയാട്ടോ ഞാൻ എഴുതാറ്. ഇവയുടെ ലൈനർ ആട്ടോ അത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനർ ആട്ടോ. അത്യാവശ്യം കുറേ നേരം ലാസ്റ്റ് ചെയ്യും. എൻ്റെ വാണ്ടാണെങ്കിൽ നല്ല ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നോർമലി ഐലൈനർ എഴുതാറ്. പിന്നെ ഇടയ്ക്ക് മാത്രം ഞാൻ മസ്കാര ഇടും കേട്ടോ. അപ്പോൾ മസ്കാര ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇട്ട് കാണിക്കാം. അപ്പോൾ ഇടുന്നതിൻ്റെ മുന്നേ ഐലാഷ് കേൾ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് സോളിമോൻ്റെ ഈ ഒരു ലാഷ് കളറാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, രണ്ട് ലാഷും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് കേൾ ചെയ്തത്, ഇത് കേൾ ചെയ്യാത്തത്. പിന്നെ ഞാൻ ഇടയ്ക്ക് പിൽഗ്രിമിൻ്റെ ഐലൈനർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇവ കഴിഞ്ഞിട്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള പിൽഗ്രിമിൻ്റെ ഐലൈനറാണ്. അതും നല്ലതാണ് കേട്ടോ. പക്ഷേ കൂടുതൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇവയുടെ തന്നെയാണ്. മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് മേബ്ലിൻ്റെ ലാഷ് സെൻസേഷണൽ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബോണ്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വീഡിയോ. എന്നൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.